Praise the Lord. Praise the Lord. Hallelujah. 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 പിതാവേ, സ്തോത്രം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയുടെ വേളയിൽ ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ രാത്രികാലം പൂനായിൽ നിന്ന് ദൈവസ്നേഹം വന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ ഈ ഷാലേം പ്രയർ ഗ്രൂപ്പിൻ്റെ ലൈവ് പേജിൽ കൂടെ കർത്താവ് ഒരവസരം കൂടെ തന്നല്ലോ, അതോർത്ത് ഞാൻ ദൈവനാമത്തിന് ഈ രാത്രി മഹത്വമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ചയുടെ പകൽക്കാലം മുതൽ ഈ ശനിയാഴ്ച രാത്രി വരെയും നമ്മളെ കർത്താവ് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ പട്ടണങ്ങളിൽ സൂക്ഷിപ്പാനിടയായി. ഈ കോവിഡ് പാൻഡമിക് ശക്തിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മഹാരാഷ്ട്രയിലും ഡൽഹിയിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം വളരെ ശക്തിയോടുകൂടി കോവിഡിൻ്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു. ദീപാവലിക്ക് ശേഷം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ശക്തമായി നിലയിൽ കോവിഡിൻ്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ നടുവിൽ, ഇൻ ബിറ്റ്വീൻ, ഇതിൻ്റെ എല്ലാ നടുവിൽ നമ്മുടെ കർത്താവ് നമ്മളെ അതിശയകരമായി, അത്ഭുതകരമായി നടത്തുന്ന, കരുതുന്ന എല്ലാ കരുതലോർത്ത് ഞാൻ ആദ്യമായി കർത്താവിന് മഹത്വമർപ്പിക്കുന്നു. സകല മാനത്തിനും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം എല്ലാവർക്കും അറിയിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ വചനം പഠിപ്പിച്ചപ്പോൾ അവരെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വചനം പഠിപ്പിച്ചപ്പോൾ യേശു വിവിധ വിഷയങ്ങൾ അവർക്ക് പഠിപ്പിക്കുവാനിടയായി. അതിനോട് ചേർന്ന് തൻ്റെ ശിഷ്യന്മാർ ജനത്തെ പ്രബോധിപ്പിക്കുവാൻ തുടങ്ങി. തൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രാധാന്യമായി യേശുവിൻ്റെ നെഞ്ചോട് ചേർന്ന് ഇരുന്ന യോഹന്നാൻ, യേശുവിൻ്റെ അരുമ ശിഷ്യൻ യോഹന്നാൻ, കർത്താവിൻ്റെ അരുമ ശിഷ്യൻ, ഒരു സുവിശേഷം, 3 ലേഖനങ്ങൾ, പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമായ വെളിപ്പാട്, അങ്ങനെ 5 പുസ്തകങ്ങൾ നമുക്ക് നൽകിയ കർത്താവിൻ്റെ ഭക്തനായ യോഹന്നാൻ, യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ. ഈ യോഹന്നാൻ തൻ്റെ എല്ലാ പഠിപ്പിക്കലുകളിലും യേശു ദൈവപുത്രനാണെന്ന് ശക്തമായ നിലയിൽ തെളിയിച്ചു. സുവിശേഷങ്ങൾ നമുക്ക് 4 തിരിക്കാം. 4 സുവിശേഷങ്ങൾ, 4 സുവിശേഷങ്ങളാണുള്ളത്. മത്തായിയുടെ സുവിശേഷം യേശു രാജാവെന്ന് യഹൂദന്മാർക്ക് വേണ്ടി, യഹൂദ മതങ്ങളിൽ നിന്ന് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജനത്തിനായി എഴുതിയ സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. 99% യഹൂദ പശ്ചാത്തലം. അവർ മശിഹായെ യഹൂദന്മാരുടെ രാജാവായി പ്രതീക്ഷിച്ച് കാത്തിരുന്നു. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം യേശുവിനെ രാജാവായി പ്രഖ്യാപിച്ച് എഴുതിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം യേശു ഒരു കഷ്ടമനുഭവിക്കുന്ന ഒരു മനുഷ്യനായി യേശുവിനെ രേഖപ്പെടുത്തി. ലൂക്കോസ് സുവിശേഷത്തിൽ യേശു മനുഷ്യപുത്രനായി രേഖപ്പെടുത്തി. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രൻ എന്നുള്ള വാക്കുകൾ കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ 4-ാമത്തെ സുവിശേഷം എന്ന് നാം പറയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷം യേശു ദൈവപുത്രനാണെന്ന് തെളിയിച്ച്
പഠിപ്പിച്ച ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ആ യോഹന്നാൻ എഴുതിയ ലേഖനം 3 ലേഖനങ്ങളുണ്ട്. 1, 2, 3 യോഹന്നാൻ. അതിലൊന്നാമത്തെ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില വാക്കുകൾ വായിച്ച് ഇന്ന് രാത്രിയിലെ ലൈവ് മെസ്സേജ് മുമ്പോട്ട് പോകുക കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അതിൽ ഇന്ന് ചില വാക്യങ്ങൾ ചിന്തിച്ച് അടുത്ത ദിവസങ്ങളിൽ അതിന് തുടർമാനമായി നമുക്ക് ചിന്തിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. സ്തോത്രം. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ എല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അടുത്തത്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവ അല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അടുത്തത്, യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചിരിക്കുന്നത്? ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞല്ലോ, ഈ യോഹന്നാൻ്റെ സുവിശേഷം പ്രധാനമായി യേശു ദൈവപുത്രനെന്ന് തെളിയിക്കുന്ന ഒരു സുവിശേഷമാണ്. മത്തായി യേശു യഹൂദന്മാരുടെ രാജാവാണെന്ന് തെളിയിച്ച് പഠിപ്പിക്കുന്നു. മർക്കോസ് യേശുവിനെ ഒരു മനുഷ്യനായി തെളിയിച്ച് പഠിപ്പിക്കുന്നു. ലൂക്കോസ് സുവിശേഷം യേശു മനുഷ്യപുത്രനാണെന്ന് പഠിപ്പിക്കുന്നു. അതേസമയത്ത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് യേശു ദൈവപുത്രനാണ് എന്ന് പറയുന്നത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലോട്ട് ചെന്ന് വായിച്ചാൽ 1-ാം അധ്യായത്തിൻ്റെ 29, 36 വാക്യങ്ങളിൽ അവിടെ യോഹന്നാൻ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 29, 36 വാക്യങ്ങൾ വായിച്ച് ഞാൻ പെട്ടെന്ന് ആ ഭാഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. പിറ്റത്താൾ യേശു അവൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവിടെ അവർ നിൽക്കുമ്പോൾ കടന്നു പോകുന്നവർ യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുവാനിടയായി. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം യേശു ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്നും യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും പ്രത്യേകം പഠിപ്പിക്കുന്നു. അപ്പോൾ യേശു ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്തോത്രം. ശ്രദ്ധിക്കുക, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ യേശു വന്നതിൻ്റെ പ്രധാന ദൗത്യം, യേശു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ വേണ്ടിയായിരുന്നു. സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, യേശു മനുഷ്യാവതാരം എടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം, യേശു മനുഷ്യാവതാരം എടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന് തീർക്കുക. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്,
അവൻ അറക്കപ്പെടുന്ന ഒരു കുഞ്ഞാരുടെ പോലെ അവനെ കൊണ്ടുപോയി. അകൃത്യക്കാരോടുകൂടി അവൻ എണ്ണപ്പെട്ടു. നമ്മുടെ സകല രോഗങ്ങളും പാവങ്ങളും അവൻ വഹിച്ചു എന്നൊക്കെ യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് ചില പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു ലോകത്തിൽ ജനിച്ചതിന് 2 ദൗത്യമാണുള്ളത്. ഒന്ന്, ഈ ലോകത്തിൻ്റെ പാപത്തെ എടുത്തു മാറ്റുക. 2, സാത്താന്റെ ശക്തിയെ തകർക്കുക. 2 ദൗത്യം. ഒന്ന്, ഈ ലോകത്തിൻ്റെ പാപത്തെ എടുത്തു മാറ്റാൻ. 2, സാത്താന്റെ തലയെ തകർക്കാൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നല്ലോ. അതിന്റെ അർത്ഥം ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെയും 16-ാമത്തെയും വാക്യത്തിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രവചനത്തിന്റെ നിറവേറലായിട്ടാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കന്യക മറിയാമിൽ കൂടെ ജഡം ധരിക്കുവാനിടയായത്. സ്തോത്രം. ഈ രാത്രി ഈ ഒരു കാര്യം ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് എന്നെ ശ്രമിക്കുന്ന, എന്നെ ഫേസ്ബുക്ക് ലൈവിൽ കാണുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് അവതാരമെടുത്തത് 2 പ്രധാനപ്പെട്ട കാര്യത്തിനാണ്. ഒന്ന്, ലോകം പാപത്തിൻ്റെ അധീനതയിലായി പോയി, പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ കീഴിലായി. ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ലോകത്തെ വിടുവിക്കുക. 1. 2, ലോകം സാത്താന്റെ അധീനതയിലായി. ആ സാത്താന്റെ അധീനതയിൽ നിന്ന് ലോകത്തെ വിടുവിക്കുക. അങ്ങനെ 2 കാര്യമാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ അവതാരമെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട 2 കാര്യം. അപ്പൊ യേശു പ്രാരംഭമായി ഈ ലോകത്തിൽ വെളിപ്പെടുന്നു. ഉൽപ്പത്തി മുതൽ നാം പഠിച്ചു വന്നാൽ, ഉൽപ്പത്തി മുതൽ നാം പഠിക്കണം. 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതൽ നമ്മൾ ഇങ്ങോട്ട് വിതരണം ചെയ്ത് വന്നാൽ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നുള്ള പ്രവചനത്തിന്റെ നിറവേറലായിട്ടാണ് കന്യക മറിയാം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയിൽ നിന്ന് യേശു ജനിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, സ്ത്രീയിൽ നിന്ന് ജനിച്ചു. സ്ത്രീയിൽ നിന്ന്. കാരണം ലോക ചരിത്രമുണ്ടായത് മുതൽ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ലോക ചരിത്രമുണ്ടായത് മുതൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവർ ആണെല്ലാവരും ജനിച്ചത്. പുരുഷന്റെ സഹായത്തോടുകൂടി സ്ത്രീയിൽ നിന്ന് ജനിച്ചു. ഇവിടെ പുരുഷനില്ലാതെ, പുരുഷന്റെ യാതൊരു സാമീപ്യവുമില്ലാതെ ആരെങ്കിലും ഭൂലോകത്തിൽ ജന്മമെടുത്തിട്ടുണ്ടെങ്കിൽ, മനുഷ്യനായി ജന്മമെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു മശീഹായി. വ്യക്തമായ തെളിവ് ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്നുള്ള യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ വെളിപ്പാടിന്റെ നിറവേറലായി കന്യക ഗർഭം ധരിച്ചു. സ്തോത്രം. ഈ കന്യക ഗർഭം ധരിക്കാൻ അതിനെക്കുറിച്ചൊരു വലിയ ചരിത്രം യഹൂദന്മാരുടെ ഇടയിലുണ്ട്. മശിഹ സ്ത്രീയിൽ നിന്ന് ജനിക്കുമെന്നുള്ള പ്രവചനത്തിന്റെ നിറവേറലിനായി യഹൂദന്മാർ എല്ലാ വർഷവും അവരുടെ ദേവാലയങ്ങളിൽ കന്യകമാരെ വേർതിരിച്ച് മശിഹ തന്നിൽ ജനിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥനയിലും ജാഗരണത്തിലും ഉപവാസത്തിലും കടന്നു പോകുന്ന അനവധി കന്യകമാർ യെരുശലേം ദേവാലയത്തിലുണ്ടായിരുന്നു എന്നാണ് അവരുടെ തൽമുദ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അനേക കന്യകമാരുണ്ടായിരുന്നു. 100 കണക്കിന് കന്യകമാർ മശിഹ എൻ്റെ ഉള്ളിൽ ജനിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ, വളരെ വിശുദ്ധിയോടും വേർപാടോടും കൂടെ മശിഹ, യഹൂദന്റെ രാജാവായ മശിഹ എന്നിൽ പിറക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ വളരെ പ്രാർത്ഥിച്ച് ജാഗരിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു വലിയ കൂട്ടം കന്യകമാർ യെരുശലേമിലുണ്ടായിരുന്നു. അവരുടെ മധ്യത്തിൽ യേശു ജനിക്കുവാൻ
തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീയാണ് വിശുദ്ധ കന്യക മറിയം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ എല്ലാവരെക്കാളിലും കൃപ ലഭിച്ചവളായിരുന്നു അവൾ. ലൂക്കോസ് സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ തിരഞ്ഞെടുത്തേന യേശു ഉരുവാകുന്ന സമയത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പഠിക്കുന്നുണ്ടല്ലോ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ കന്യകമാരുടെ നടുവിൽ ഇരിക്കുന്ന മറിയാമിനെ കണ്ടിട്ട് ഗബ്രിയേൽ എന്ന ദൈവത്തിൻ്റെ ദൂതൻ വിളിച്ചു പറയുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അത് കേട്ടപ്പോ ആ സഹോദരി ചോദിക്കുകയാണ്, ഇതെന്തൊരു വന്ദനം? ഇമ്മീഡിയറ്റ് ആയിട്ട് ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ പ്രതികരിച്ചു, നീ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണം. സ്തോത്രം. എന്ത് പേരിടണം? ദൈവം നമ്മുടെ കൂടെ എന്നുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണം. ഇമ്മീഡിയറ്റ് ആയിട്ട് മറിയാം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ദൂതനോട്, യജമാനനെ, ഞാനൊരു പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു, ലോക ചരിത്രമുണ്ടായത് മുതൽ ഒരു പുരുഷന്റെ സാമീപ്യമില്ലാതെ ഒരു സ്ത്രീയും ഗർഭം ധരിച്ചിട്ടില്ല. എന്നാൽ യേശു വിശുദ്ധ ബെഥ എന്ന പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് യേശു ഒരു വിശുദ്ധ പ്രജയായിരിക്കുമെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ആ പ്രവചനം നിറവേറേണ്ടതിന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ നിഴലിടും, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കേണ്ടവനായതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. സ്തോത്രം. യേശു എന്നുള്ള പേര് ഒരു പ്രധാനപ്പെട്ട പേരാ. എന്താ ചോദിച്ചാൽ, മനുഷ്യനായി അവതരിച്ച ദൈവപുത്രന്റെ പേരാണ് യേശു. അതിനോട് ചേർത്ത് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ, ശ്രദ്ധിക്കുക, 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 1 യോഹന്നാൻ, ജോൺസ് എപ്പിസൽ ചാപ്റ്റർ 5 വേർഡ്സ് 1, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഈ ഭാഗം എഴുതുമ്പോൾ യേശു ദൈവപുത്രനല്ല എന്നും മശിഹ അല്ല എന്നും പഠിപ്പിക്കുന്ന നോസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, നമ്മുടെ എന്നുള്ള യഹോവ സാക്ഷിക്കാരെ പോലെ ഒരു ഗ്രൂപ്പ്, യേശു ദൈവം അല്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് യഹോവ സാക്ഷിക്കാർ, അവരെ പോലൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ പഠനം അന്നത്തെ കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ തെളിച്ചെഴുതി പഠിപ്പിക്കുകയാണ്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അടുത്തത്, ജനിപ്പിക്കുന്നവനെ സ്നേഹിക്കുന്നവൻ എല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. അടുത്തത്, നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ നാം ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, യേശു ക്രിസ്തു എന്ന് തെളിയിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശ വിഷയമാണ്, ക്രിസ്റ്റോളജി. കാരണം ഇന്നും പലരും യേശുവിൻ്റെ ദൈവത്വത്തെ എതിർക്കുന്ന അനേകരുണ്ട്, ഇന്നുമുണ്ട്. അനേക പഠിപ്പിക്കലുണ്ട്, യേശു ദൈവപുത്രനല്ല, ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന അനേക ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ നടുവിൽ യേശു ദൈവപുത്രനാണ് എന്ന് തെളിയിക്കുക. നാം പൗലോസ് അപ്പോസ്തലന്റെ പഠനങ്ങളിൽ യഹൂദന്മാർ ആരും യേശു ദൈവപുത്രനാണെന്ന് ക്രിസ്തു ആണെന്ന് വിശ്വസിച്ചിരുന്നില്ല. അവരുടെ മശിഹയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. യഹൂദൻ കാത്തുകൊണ്ടിരുന്നൊരു മശിഹയുണ്ട്,
ആ മെശിഹായെക്കുറിച്ച് അവർ പ്രതീക്ഷിച്ചിരുന്നത് കാലങ്ങളായി അവർ അടിമകളായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ അവസാനമായി അവർ അടിമകളായിരുന്നു, റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലാണ്. അപ്പോൾ അവരുടെ പ്രതീക്ഷ, അവർ പ്രതീക്ഷിച്ചിരുന്ന മശിക രാജാവ്, ആ രാജാവ് എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തിന്റെ അധർമ്മങ്ങൾക്കെതിരായി പോരാടി റോമാ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി യഹൂദന് രാജാവായി വെളിപ്പെടുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിപ്പാനായിട്ട് വിചാരണ ചെയ്യുവാൻ പീലാത്തോസിന്റെ അരമനയിൽ കൊണ്ടുപോകുമ്പോൾ മത്തായിലും ലൂക്കോസിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒന്നിച്ചേർന്ന് പീലാത്തോസിനടുത്ത് ചെന്നു. പീലാത്തോസിനോട് പറഞ്ഞു, ഇവൻ ദൈവപുത്രനാണെന്ന് അവൻ പറഞ്ഞു. അപ്പോ ലൂക്കോസിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. മഹാപുരോഹിതൻ, അന്നത്തെ മഹാപുരോഹിതനായ കയ്യപ്പാവ് കയറി ചെന്നിട്ട് യേശുവിനോട് പറയുക, ഞാൻ അത്യുന്നതനായ ദൈവത്തെ സാക്ഷി നിർത്തി നിന്നോട് ചോദിക്കുന്നു, നീ ദൈവപുത്രനോ? യഹൂദന്റെ പഠിപ്പിക്കലുകളിൽ അത്യുന്നതനായ ദൈവത്തെ സാക്ഷി നിർത്തി അവനോട് ചോദിക്കുക. ആരോട്? യേശുവിനോട്. അത്യുന്നതനായ ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ദൈവപുത്രനോ? അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, അവൻ ദൈവപുത്രനെങ്കിൽ ഇത് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട 2 ചോദ്യമാണുള്ളത്. ഇഫ് യു ആർ ദ സൺ, ഒരൊറ്റ ചോദ്യമാണുള്ളത്, നീ ദൈവപുത്രനെങ്കിൽ. സാധാരണ അറിയാൻ മേലായിരുന്നോ യേശു ദൈവപുത്രനാണെന്ന്? ഗദരദേശത്തേക്ക് കർത്താവ് പോയി. എവിടെ? ഗദരദേശം. ലഗിയോൻ, ഒരു വലിയ ഗ്രൂപ്പ് സാത്താന്മാർ കുടിയേറിയ ഒരു മനുഷ്യനെ കാണുവാൻ കർത്താവ് കടന്നു ചെന്നപ്പോ ആ സാത്താൻ യേശുവിനെ എതിരേറ്റ് വന്നിട്ടോ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിൽ എന്താ കാര്യം? എന്താ? മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, ദ സൺ ഓഫ് ഗോഡ് മോസ്റ്റ് ഹൈ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. സാത്താൻ അറിയാം യേശു ദൈവപുത്രനാണെന്ന്. പല ഭാഗങ്ങളിൽ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷങ്ങളിലൊക്കെ പല ഭാഗങ്ങളിൽ യേശു എവിടെയെല്ലാം സാത്താനിക ശക്തിയെ ശാസിച്ച് സാത്താനെ ബന്ധിക്കുന്നുവോ അവിടെയൊക്കെ തന്നെ സാത്താൻ ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്, നീ ദൈവത്തിന്റെ പുത്രനാകുന്നു. അപ്പോ നീ ദൈവത്തിന്റെ പുത്രനാകുന്നെന്ന് സാത്താൻ ഏറ്റുപറയുക. ആ സാത്താനാണ് യേശു 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ദൈവാത്മനിറവോടുകൂടെ യോർദാനിലേക്ക് കടന്നു പോകുമ്പോൾ 40 ദിവസക്കാലം യേശുവിനെ അവൻ പരീക്ഷിക്കുക. He tempted Jesus 40 days, 40 ദിവസക്കാലം മുഴുവൻ അവനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്താ അവന്റെ പരീക്ഷാ വിഷയം? നീ ദൈവപുത്രനാണോ? സ്വന്തമായി അവന് കേൾക്കണം, നീ ദൈവപുത്രനാണോ? അവനറിയാം യേശു ദൈവപുത്രനാണെന്ന്. അവന്റെ തലയെ ചവിട്ടി അരയ്ക്കാനുള്ള ദൈവത്തിന്റെ ശക്തനായ പുത്രനാണ് യേശു എന്ന് ഇവനറിയാം. ആരംഭം മുതലേ ഉള്ള ആ സാത്താനിക പ്രവൃത്തികളും ചിന്തിച്ചു നോക്കിയാൽ മതി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നുള്ള പ്രവചനം കിടക്കുന്നത് കൊണ്ട് സാത്താന് വ്യക്തമായി അറിയാമായിരുന്നു യേശു ദൈവപുത്രനാണ്. അവന്റെ തലയെ കാൽവരി ക്രൂശിൽ തകർക്കുവാന് വേണ്ടിയാണ് അവൻ വന്നിരിക്കുന്നവൻ അറിയാം. എങ്കിൽ അവൻ ഡൗട്ട് ഇട്ട് ചോദിക്കുക, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കാം. നീ ദൈവപുത്രനെങ്കിൽ ആ മന്ദിരത്തിന്റെ മുകളിൽ താഴേക്ക് ചാടുക. ലാസ്റ്റാണ് നമ്മുടെ കർത്താവ് പരീക്ഷകൾ അവസാനിക്കുന്നതിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് കൂടെ എഴുതിയിട്ടില്ലയോ എന്ന് നമ്മുടെ കർത്താവ് ചോദിച്ചു.
അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ, യേശു ദൈവപുത്രനെന്ന് തെളിയിക്കുന്നവനല്ലാതെ ആരും ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല എന്ന് യോഹന്നാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരും ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല. സ്തോത്രം, സ്തോത്രം. ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ദൈവപുത്രനെങ്കിൽ, ദൈവപുത്രനാണ്, ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ എൻ്റെ ജനനം, എൻ്റെ മാതാവും പിതാവിൽ നിന്ന് എനിക്ക് ജനനം ലഭിച്ചു. പക്ഷേ ഞാൻ ക്രിസ്തുവിൽ ജനിച്ച ഒരു ദിവസമുണ്ട്, ഞാൻ വീണ്ടും ജനിച്ചൊരു ദിവസമുണ്ട്, എൻ്റെ പാപത്തിന് മോചനം പ്രാപിച്ച ഒരു ദിവസമുണ്ട്. യോഹന്നാൻ പറയുന്നു, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ആര്? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം എന്ന് പറഞ്ഞാൽ യേശു മശിഹ എന്ന ക്രിസ്തു. യഹൂദന്റെ ആ കാഴ്ചപ്പാട് ഞാൻ ഓർപ്പിച്ചല്ലോ. യഹൂദൻ ഒരു മശിഹായെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മശിഹ എന്ന് പറയുന്നത് അവർ കാലകാലങ്ങളായി അടിമകളായി കഴിയുന്ന റോമ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ച് യെരുശലേമിൽ രാജ്യത്വം ഏറ്റുവാങ്ങുവാൻ വരുന്ന ഒരു രാജാവിനെ അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് യേശു ഓശാന ദിവസം യെരുശലേമിലേക്ക് പോയപ്പോൾ യഹൂദന്മാരുടെ രാജാവ് ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുരുത്തോലകൾ വെട്ടിയിട്ട് ആ വസ്ത്രം വിരിച്ച് യേശുവിനെ സ്വീകരിച്ചത്. സ്തോത്രം. അപ്പൊ അവരുടെ പ്രതീക്ഷയുണ്ടായിരുന്നത് യേശു രാജാവായി വെളിപ്പെടും. ബട്ട് എന്നാൽ യേശു ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. പിറന്നു വീഴാൻ ഒരു സ്ഥലമില്ലായിരുന്നു യേശുവിന്. പിറന്നു വീഴാൻ ഒരു സ്ഥലമില്ല. കുറുമാരികൾക്ക് കുഴിയുണ്ട്, പറവകൾക്ക് കൂടുകളുണ്ട്. പക്ഷെ മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ലെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് ജനിപ്പാൻ പോലും സ്ഥലമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രൻ അഥവാ നമ്മുടെ രക്ഷകനായ, ഈ ലോകരക്ഷകനായ കർത്താവായ യേശു മശിഹ. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ. സ്തോത്രം. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചു നോക്കണം. അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു ഭാഗം ഞാൻ പറയാം. 8-ാം അധ്യായം. എത്യോപ്യക്കാരനായ ഷണ്ണൻ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് അയക്കുന്നു. എത്യോപ്യക്കാരനായ ഷണ്ണൻ യെരുശലേമിൽ നിന്ന് തിരികെ വരുന്ന വഴി അദ്ദേഹം യെശയ്യാപ്രവചനം 53-ാം അധ്യായം ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞാടിനെ അറക്കുവാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ അവനെ കൊണ്ടുപോയി, അവൻ മിണ്ടാതിരുന്നു എന്നൊക്കെയുള്ള പ്രവചന ഭാഗങ്ങളിരുന്ന് വായിച്ചുകൊണ്ട് പോകുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നടക്കുക. എത്യോപ്യക്കാരനാണ്, യേശുവിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല, യേശുവിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോ ഫിലിപ്പോസ് കടന്നു പോകുന്ന വഴിയിൽ തേര് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നോ? ഉടനെ മറുപടി നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആരെങ്കിലും പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എനിക്ക് എങ്ങനെ ബോധ്യമാകും? പ്രവാചകൻ തന്നെ കുറിച്ച് തന്നെയോ അതോ മറ്റൊരുവനെ കുറിച്ചോ പറയുന്നത്? പെട്ടെന്ന് തേര് നിർത്തി ഫിലിപ്പോസിനെ തേരിൽ കയറ്റി. നമ്മളവിടെ എഴുതിയിരിക്കുന്നു, വായിക്കുന്നു, ആ പ്രവചന ഭാഗത്തിൽ നിന്ന് ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് അവനോട് സുവിശേഷം അറിയിച്ചു. ഏത് പ്രവചന ഭാഗം? യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലെ പ്രവചന ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് പോകുന്ന ആ എത്യോപ്യക്കാരനായ ഷണ്ണന്റെ തേരിൽ കയറിയിരുന്നിട്ട് ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു.
യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. നമ്മൾ വായിക്കുന്നു, വെള്ളമുള്ളൊരു സ്ഥലമെത്തിയപ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനോട് ചോദിക്കുന്നു, യജമാനനെ, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഫിലിപ്പോസ് ഉടനെ പറയുകയാണ്, യേശു ദൈവപുത്രൻ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. അപ്പോ നാം ദൈവത്തിൽ നിന്ന് ജനിച്ചുവെന്ന് ബോധ്യമാകുന്നത് യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് വിശ്വസിക്കുമ്പോഴാണ്. ഉടനെ അവിടെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഷണ്ണൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു യേശു ദൈവപുത്രനാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അവനെ സ്നാനപ്പെടുത്തിയതായി തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനത്തെ രാത്രിയുടെ വേളയിൽ ഞാൻ എൻ്റെ വാക്കുകളിൽ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതി ദൈവസഭയ്ക്ക് ദൂതുകൾ കൊടുക്കുമ്പോൾ യോഹന്നാൻ പറയുന്നു, യേശു ക്രിസ്തു അത്രേ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ മസയ. യഹൂദന്മാർ കാലാകാലങ്ങളായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന അവരുടെ ഉദ്ധാരകനായി, അവരെ വിടുവിക്കേണ്ടതിനായി, അവർക്ക് ഉദ്ധാരണം നൽകേണ്ടതിനായി, അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നവനായ ഒരു മഹാനായ ഒരു രാജാവ്, അദ്ദേഹമാണ് മശിഹ. ആ മശിഹ കൺസെപ്റ്റ് യഹൂദന്മാരുടെ ഒരു വലിയൊരു കൺസെപ്റ്റാണ്. മെഷിയാനിക് കൺസെപ്റ്റ് ഒരു വലിയ കൺസെപ്റ്റാണ്. കാരണം വർഷങ്ങളായി ബാബിലോണിന്റെ അടിമത്തത്തിന് കീഴിൽ, അസിറിയ രാജാക്കന്മാരുടെ അടിമത്തത്തിന് കീഴിൽ, അലക്സാണ്ട്രിയൻ രാജാക്കന്മാരുടെ അടിമത്തത്തിന് കീഴിൽ, അത് കഴിഞ്ഞ് അവസാനമായി റോമൻ രാജാക്കന്മാരുടെ അടിമത്തത്തിന് കീഴിൽ, ഈ അടിമത്തത്തിന്റെ കീഴിലെല്ലാം കിടക്കുന്ന യഹൂദന്മാരുടെ വലിയൊരു പ്രത്യാശയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി ശക്തനായ ഒരു രാജാവ് വെളിപ്പെടും, അവന് അറിയപ്പെടുന്ന ഞങ്ങളുടെ മശിഹ ആകുന്നു, അവൻ വരും, ഞങ്ങളെ വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്ന യഹൂദന്മാരുടെ നടുവിലേക്ക് അവർക്കായി പ്രത്യക്ഷപ്പെട്ടത് കാൽവരിയിൽ ക്രൂശിൽ മരിക്കുവാൻ വേണ്ടി ദൈവപുത്രനായ യേശു വെളിപ്പെടുകയായിരുന്നു. അവരെല്ലാവരും അതുകൊണ്ടാണ് യേശുവിന്റെ ജനനം വിളിച്ചറിയിക്കാമെന്ന ശാസ്ത്രിമാർ, മത്താടി വിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, ലൂക്കോസിലൊക്കെ, അവർ നേരെ ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? സ്വത്രം. അദ്ദേഹം ചോദിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവരെവിടെ? ഹെരോദാവായ ഭയപ്പെട്ടു പോയി. എടാ, ഞാനറിയാതെ യഹൂദന്മാരുടെ മധ്യത്തിൽ ഒരു രാജാവ് പിറന്നിരിക്കുന്നു. ഭൂമിയിൽ സമാധാനമുണ്ടാക്കുവാൻ, ജനത്തിന് സന്തോഷമുണ്ടാക്കുവാൻ യഹൂദന്മാരുടെ രാജാവായി പിറന്ന മനുഷ്യനെ അന്വേഷിച്ച് യഹൂദ രാജാവായിരുന്ന ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് ശാസ്ത്രിമാർ കടന്നു ചെന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവൻ ഒരുവനുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഓർപ്പിക്കേണ്ട ദൈവമക്കളെ, പൗലോസിന്റെ ഭാഷയിൽ പറയുമ്പോൾ യേശു മശിഹ ആയിരുന്നുവെന്ന് യഹൂദന്മാർ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവർ അവനെ ക്രൂശിക്കില്ലായിരുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലന്റെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മശിഹ, ആ മശിഹ വരും. ആ മശിഹ പ്രത്യക്ഷപ്പെടുവാൻ കാലമായി. ആ മശിഹ യേശു ദൈവപുത്രൻ എന്ന്, യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരും ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല. സ്തോത്രം. യേശുവിനെ മനുഷ്യനാണെന്നും യേശു ദൈവമല്ലെന്നും ഒക്കെ പ്രസംഗിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പുണ്ട്. അവരുടെ മധ്യത്തിൽ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവൻ, യേശു ക്രിസ്തു ആണെന്ന് വിശ്വസിക്കുന്നവൻ, അഭിഷക്തനാണെന്ന് വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ഭാരം ചുമക്കുവാൻ വന്നവനാണെന്ന് വിശ്വസിക്കുന്നവൻ, എൻ്റെ പാപം പോക്കുവാൻ ജനിച്ചവനെന്ന് വിശ്വസിക്കുന്നവൻ, വരുവാനുള്ള മശിഹാവനാണെന്ന് വിശ്വസിക്കുന്നവൻ, അല്ലാതെ ആരും ദൈവത്തിൽ ജനിച്ചിട്ടില്ല.
ഇതേ ലേഖനത്തിലെ വേറെ ഒരു വാക്യം കൂടി ഞാൻ വായിക്കുക. അതിങ്ങനെയാണ് മൂന്നാമധ്യായത്തിൽ അതിൻ്റെ 8-9 വാക്യം. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു. അടുത്തത്, പാപം അധർമ്മം തന്നെ, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. അവൻ പ്രത്യക്ഷനായെന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വിശ്വസിക്കുന്നവരാരും പാപം ചെയ്യുന്നവരില്ല. പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല. 6-ാം വാക്യം മുതലാണ് ഞാൻ വായിച്ചത്. പിന്നെ എൻ്റെ 8-ാം വാക്യം, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്തുകൊണ്ട് ഇരിക്കുന്നല്ലോ. നിങ്ങളെ നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാത്താൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ഇപ്പോഴും നമ്മളെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കുന്നതോ എങ്ങനെയെങ്കിലും എന്നെയും നിങ്ങളെയും പാപത്തിൽ തള്ളിയിടുക എന്നുള്ളതാണ്. അതിന് വ്യക്തമായൊരു തെളിവായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സാത്താൻ ആദ്യം മുതലേ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. തുടക്കത്തിൽ അവൻ തുടങ്ങി. എവിടെ? കായിനെ കൊണ്ട് ഹാബേലിനെ കൊല്ലിച്ചു. അവിടെ മുതൽ അവൻ പാപം ചെയ്യാൻ തുടങ്ങി. ഹവാമയെ വഞ്ചിച്ചു അവരെ പാപത്തിലേക്ക് തള്ളിയിട്ടു. ദൈവ തേജസ് അവരിൽ നീങ്ങിപ്പോയി. എല്ലാവരും ദൈവ തേജസ് നിറഞ്ഞവരായിരുന്നു. ദൈവ തേജസ് നിറഞ്ഞവരായി സൃഷ്ടിക്കപ്പെട്ട തൻ്റെ ജനത്തിനെ ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് നീങ്ങിക്കളഞ്ഞു. പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് നീങ്ങിപ്പോയി. അതിന് വ്യക്തമായൊരു തെളിവ് ഞാൻ പറയട്ടെ ദൈവമക്കളെ. ഹവ്വ പഴം പറിച്ചു തിന്നു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആദമിനും കൊടുത്തു. തുടർന്ന് നമ്മൾ വായിക്കുന്നു, സാത്താൻ അവരോട് പറഞ്ഞു, ഈ പഴം തിന്നുന്ന നാളിൽ നീ ദൈവത്തെ പോലെയാകും, നിന്റെ കണ്ണു തുറക്കും. നടന്നോ? അവരുടെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവർ രണ്ടുപേരും നഗ്നരായിരുന്നുവെന്ന്. അതിൻ്റെ അർത്ഥം ദൈവം തന്നെ തേജസ് അവരെ ഉടുപ്പിച്ചിരുന്നു. തേജസ്സിന്റെ വസ്ത്രം, ആ തേജസ്സിന്റെ വലിയ വസ്ത്രം അവരെ ഉടുപ്പിച്ചിരുന്നത് അവർ പാപം അവരിൽ ഉണ്ടെന്നോ അവർ വസ്ത്രം ധരിച്ചിട്ടില്ലെന്നോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ പഴം തിന്നു കഴിഞ്ഞ് ഹവ്വ വെച്ച് തൻ്റെ ശരീരത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ മുഖം മറച്ചു. കാരണം അന്ന് വരെ അവൾ പൂർണ്ണമായി കണ്ടിരുന്നില്ല. ആദമിനെ നോക്കിയപ്പോൾ അവൾ അവളുടെ മുഖം മറച്ചു കളഞ്ഞു. അന്നുവരെ ആദാമിനെ അവൾ നേരിട്ട് തൻ്റെ ശരീരം കണ്ടിട്ടില്ല. പാപം ചെയ്തപ്പോൾ ആ ദൈവിക തേജസ് ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നും ഒഴിഞ്ഞുപോയി. ആ ദൈവ തേജസ് തിരികെ തരേണ്ടതിന് വേണ്ടി, ആ ദൈവത്തിന്റെ തേജസ് മനുഷ്യകുലത്തിന് തിരികെ കൊടുക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു, ഒരു സ്ത്രീയിൽ കൂടെ. സ്തോത്രം, 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 സ്തോത്രം. ഒരു സ്ത്രീയിൽ കൂടെ ദൈവം തന്റെ തേജസ് ഈ മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക തേജസ്സിനെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി. എന്തിനാ? മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ഏദൻ തോട്ടത്തിൽ മനുഷ്യന് പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക തേജസ് എനിക്കും നിനക്കും മടക്കി തരേണ്ടതിന് വേണ്ടി ദൈവം തന്റെ പുത്രനായ യേശുവിനെ കന്യക മറിയാമിൽ ജഡം ധരിച്ച് അവൻ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവൻ ഈ ഭൂമിയിൽ വന്നു. 33.5 തിരുവയസ്സ് വരെയും ഈ ഭൂമിയിൽ ജീവിച്ചു. അനവധി കഷ്ടങ്ങളും സങ്കടങ്ങളും അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അവസാനമായി ഈ ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് അവൻ കാൽവരിയുടെ മലമുകളിലേക്ക് കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് അവൻ കാൽവരിയുടെ മലമുകളിലേക്ക് കയറിപ്പോയി. അതാണ് യോഹന്നാൻ പറഞ്ഞത്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിതാ വിളിപ്പെടുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷത പാപം ലോകത്തിൽ നിന്ന് ചുമന്നൊഴിക്കേണ്ടതിന് വേണ്ടി. യേശു ദൈവപുത്രനായി
ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഒരു സ്ത്രീയിൽ കൂടെ. കാരണം പ്രവചനം നിറവേറേണ്ടത് ദൈവത്തിന് ആവശ്യമായിരുന്നു, നിറവേറ്റേണ്ടത്. അതുകൊണ്ടാണ് കന്യകയെ അന്വേഷിച്ച് യെരുശലേം ദേവാലയത്തിലേക്ക് ദൈവത്തിന്റെ മഹാദൂതനായ ഗബ്രിയേൽ ഓടിച്ചെന്നത്. ഗബ്രിയേൽ അവളെ കണ്ടെത്തി പറഞ്ഞു, ഗബ്രിയേൽ അവളോട് പറയുന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, ദൈവം നിന്നോടുകൂടെ ഉണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നഴിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് പ്രത്യക്ഷനായി. നമ്മുടെ കർത്താവായ യേശു മനുഷ്യന്റെ പാപത്തെ ചുമക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26, 29, 36 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വിളിച്ചു പറഞ്ഞത്. സ്തോത്രം. ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ വേണ്ടി, എന്റെയും നിന്റെയും പാപത്തെ ചുമക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ പുത്രൻ മനുഷ്യ രൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി, വേഷത്തിൽ മനുഷ്യനായി, പാപമില്ലാതെ ലോകത്തിലേക്ക് പ്രത്യക്ഷനായി. ആ ദൈവപുത്രന്റെ അനുയായികളായി തീരുവാൻ, ആ ദൈവപുത്രന്റെ വചനമനുസരിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറൊന്നുമില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ഈ ഭാഗത്ത് വിരാമമിടുകയാണ്. ദൈവമക്കളെ, കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി ഇതിന് തുടർച്ചയായി നമുക്ക് ചിന്തിക്കാം. ഇത്രത്തോളം എന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകാൽ ഈ ശാലേം പ്രയർ ഗ്രൂപ്പിന്റെ പാനലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ആരു ചാക്കോ ചിറ്റാർ, അദ്ദേഹത്തിന്റെ ഫാമിലി, അതോടെ എന്നെ ഈ ലൈവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം, അനുഗ്രഹവും അറിയിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് ഈ ദിവസങ്ങളിൽ കാത്തിരിക്കാം. നമ്മുടെ കർത്താവായ യേശു വെളിപ്പെടുവാൻ സമയമായി. അവൻ വെളിപ്പെടും. തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ആകാശമേഘങ്ങളിൽ അവൻ വെളിപ്പെടും. സ്തോത്രം. അവൻ വെളിപ്പെടുമ്പോൾ നമുക്കും അവൻ്റെ അടുക്കൽ എടുക്കപ്പെടുവാൻ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ദിവസങ്ങളിൽ കാത്തിരിക്കാം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ രാത്രി നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.